ഈ വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. ഇത് പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ എടുത്ത ഫോട്ടോ ആണ്, അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. ഇതാണിപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ച. നമ്മളിപ്പോൾ ഈ വീടുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് തിരുവില്ലാമല പോകുന്ന വഴി പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അടുത്തായിട്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ. ഇതാ നല്ല വീതിയുള്ള റോഡാണ് വീട്ടിലേക്കുള്ളത്. ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. വെള്ള സൗകര്യം, കുഴൽക്കിണറും ഉണ്ട്, പിന്നെ ജലനിധിയുടെ കണക്ഷനുണ്ട് കേട്ടോ. ഇതാണ് കുഴൽക്കിണർ. വീടൊന്ന് സ്പീഡ് ചെയ്തിട്ട് പോയിട്ട് വരാം നമുക്ക്. ഇത് വീടിൻ്റെ പിൻഭാഗമാണിത്. അവിടെ വാഷ് ചെയ്യാനുള്ള കല്ലൊക്കെ ഉണ്ട്. ഇത് മുൻഭാഗത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും വന്നു. ഇത് വീടിൻ്റെ അടുക്കളയുടെ സൈഡ് ഭാഗം കേട്ടോ. ഒരു സൈഡ് ഇങ്ങനെ ഉയരത്തിലുള്ളൊരു തിട്ട് പോലത്തെയാണ് അടുക്കളയുടെ ഭാഗം. ഇനി വീട്ടിലേക്ക് വരികയാണെങ്കിൽ 5 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ. അതുപോലെ 3 ബെഡ്റൂമുണ്ട്, ഒരെണ്ണം അറ്റാച്ച്ഡാണ്, 2 കോമൺ ബാത്റൂമുണ്ട്, ഒരു ചെറിയ ഓപ്പൺ സിറ്റ് ഔട്ട് കഴിഞ്ഞ് മെയിൻ ഡോറ് തുറന്നതാണ്ടോ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാള്. സോഫയും സെറ്റിയൊക്കെ അവിടെയാണ് ഇടാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ഒരു ഷെൽഫുണ്ട്, ടി വി ഒക്കെ അവിടെ തന്നെ ഇരിക്കണ്. ഈ ഹാളിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. വലിപ്പമൊക്കെ ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഡബിൾ കോട്ട് ബെഡൊക്കെ ഇടാൻ പറ്റിയ ബെഡ്റൂമാണ്. അവിടുന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി. അതിൻ്റെ തൊട്ട് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമും. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, പിന്നെ അറ്റാച്ച്ഡാണ് കേട്ടോ ഈ ബെഡ്റൂം. ബാത്റൂമൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ. അതുപോലെ ചുമരുമ്മൽ കണ്ടില്ലേ, ഒരു കബോർഡ് വർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് അത്യാവശ്യം വൃത്തിയും വലിപ്പമൊക്കെ ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. അതുപോലെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്കോട്ടാണ് കേട്ടോ. വെറും 5 വർഷം മാത്രമേ പഴക്കമുള്ളൂ. ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ പുത്തൻ വീടായി. ഹാളിൻ്റെ ഒരു സൈഡ് ഇതാ ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസ്. ഡൈനിങ് ഏരിയ അത്യാവശ്യം ഇതുമാതിരി കുറച്ച് പേർക്കൊക്കെ 5-8 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് അടുക്കളയിലെ ടൈല് വേറൊരു മോഡലാണ് കേട്ടോ. അടുക്കളയിൽ ഇതുമാതിരി ഷെൽഫ്, കബോർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു 7-8 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ദൂരം ഉണ്ടാവുള്ളൂ. അടുക്കളയുടെ തൊട്ടത് ഒരു വേറൊരു വർക്ക് ഏരിയ, ഇവിടെ വിറകടുപ്പ് ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഇതും വലിപ്പമൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഈ ഭാഗം. വൃത്തിയുണ്ട്, ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ നല്ല വൃത്തി ഉണ്ടാവും. ഇതാണ് പിന്നെ അടുക്കളയുടെ ഡോറ് തുറന്നുള്ള ബാക്ക് ഭാഗത്തെ കാഴ്ചയാണ് ഇത് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ചെറിയ വില ഇവർ പറയണുള്ളൂ, വെറും 25 ലക്ഷം രൂപ പറയണുള്ളൂ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാക്കി തരും. ഇത് ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള വാഷ് ബേസിനൊക്കെയാണ് ഇവിടെ. അവരിപ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തു കൂടെ തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കേട്ടോ. സ്റ്റെയർ കേസിന് കൈവരി വെച്ചിട്ടില്ല, അത് വെക്കാണ്ട്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം മുകളിലുണ്ട്. കയറി ഉടനെ ഇത് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഡ്രസ്സിങ് സ്പേസ് മാതിരിയാണ്. അത് കഴിഞ്ഞാൽ ഒരു പാസേജാണ്. പാസേജിൻ്റെ തൊട്ട് തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഇത് അവിടെ. വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് തന്നെയാണ് ബെഡ്റൂം. ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്, കണ്ടില്ലേ. ഈ ബെഡ്റൂം മുകളിൽ വാർപ്പല്ല, മുകളിൽ ഷീറ്റാണ്. ഇരുമ്പിൻ്റെ കഴുക്കോലൊക്കെ വെച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് ഓട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല. ബെഡ്റൂമിൽ നമ്മൾ ആ പാസേജിൽ കൂടെ ഒരു സൈഡിൽ കൊണ്ട് വേറൊരു ഡോറ്. ആ ഡോറ് തുറന്നാൽ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഓപ്പൺ ടെറസ് എന്നുള്ള കാഴ്ച. ചെറിയ രീതിയിലുള്ള മിനിക്കോണികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല വീടാട്ടോ, സൂപ്പർ വീടാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.